So, നമ്മൾ ഇന്ന് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്ക് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സെക്കൻഡ് വൺ വേരിയൻസ്, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ബീറ്റ, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, ലാസ്റ്റ് വൺ ആൽഫ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ബീറ്റായും അതുപോലെ തന്നെ ആൽഫയും നമ്മൾ ഡിസ്കസ് ചെയ്തു. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമുക്ക് സിലബസിൽ പഠിക്കാനില്ല. പിന്നെ ഉള്ളത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് വരുന്ന കേസസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ക്വസ്റ്റ്യനുള്ളിൽ സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് റിട്ടേൺ ആണെങ്കിൽ നമ്മളതിൽ ഹയർ റിട്ടേൺ ഉള്ള സ്റ്റോക്ക് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെയിം റിട്ടേൺ ആണ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് റിസ്ക് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യനുള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡിഫറെൻറ്റ് റിട്ടേണുമാണ് കിട്ടിയേക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസിൻ്റെ ഉള്ളിൽ ഏറ്റവും ലോ ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഉള്ള സ്റ്റോക്ക് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് 2 or more companies in the same industry. ദാറ്റ് ഈസ് ഒരു സെയിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് 1, 2 അതിലധികമോ കമ്പനീസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ വേരിയേഷൻ dispersion അല്ലെങ്കിൽ വേരിയേഷൻ ഈസ് മോർ സ്യൂട്ടബിൾ ആൻഡ് ഹെൻസ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ജനറലി യൂസ് ടു ഗെറ്റ് ദ റിലേറ്റീവ് മെഷർ ഓഫ് എ റിസ്ക്. അതായത് 2, 3 അതിലധികമോ കമ്പനീസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു റിലേറ്റീവ് മെഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൺഫൈൻ ചെയ്യാനുള്ള ഫോർമുല നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 or expected value divided by standard deviation into 100. ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. സോ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 കമ്പനീസ് തമ്മിലുള്ള റിസ്ക് ഏതാണ് കൂടുതൽ, എന്നിട്ട് അത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 2 സ്റ്റോക്കിനും ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡിഫറെൻറ്റ് റിട്ടേണും ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റോക്കാണ് സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആയിരിക്കും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നോക്കാം. From the following data relating to a price of stock of 2 companies, ABC Pharmaceuticals and XYZ Pharmaceuticals, state which company stock has higher risk using coefficient of variance. So നമുക്ക് 2 കമ്പനീസിൻ്റെ ഡാറ്റാസ് തന്നിട്ടുണ്ട്. ABC ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ XYZ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് കമ്പനിയുടെ സ്റ്റോക്കിനാണ് ഹയർ റിസ്ക് എന്ന് ഫൈൻഡ് ചെയ്യണം. യൂസ് ചെയ്യേണ്ട മെത്തേഡ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റോക്ക് പ്രൈസ് ഓഫ് ABC ഫാർമസ്യൂട്ടിക്കൽസും തന്നിട്ടുണ്ട്, സ്റ്റോക്ക് പ്രൈസ് ഓഫ് XYZൻ്റെയും തന്നിട്ടുണ്ട്. 50, 55, 60, 65, 70 ആണ് സ്റ്റോക്ക് പ്രൈസ് ഓഫ് ABC ഫാർമസ്യൂട്ടിക്കൽസ്. 100, 110, 95, 120, 130 ആണ് സ്റ്റോക്ക് പ്രൈസ് ഓഫ് XYZ ലിമിറ്റഡിൻ്റേത്. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്ത് ഏത് സ്റ്റോക്കിനാണ് റിസ്ക് കൂടുതലെന്ന് ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ ആദ്യത്തെ ഫോർമുല ആണ് യൂസ് ചെയ്യുന്നത്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സോ നമ്മൾ ആദ്യം മീൻ ഫൈൻഡ് ചെയ്യണം, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യണം. ഇതിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യണം. അതായത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനിൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് നമ്മൾ നമ്മുടെ മീൻ മൈനസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക, ഡീവിയേഷൻ്റെ സ്ക്വയർ കാണുക, ഡീവിയേഷൻ്റെ സ്ക്വയർ ടോട്ടൽ ചെയ്യുന്ന സമയം നമുക്ക് വേരിയൻസ് കിട്ടും. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് വേരിയൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും.
ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻ കാണും. രണ്ട് കമ്പനിയുടെ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ഏത് കമ്പനിയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് കുറവ് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് സോ നമുക്ക് ആദ്യമേ രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഫൈൻഡ് ചെയ്തിട്ട് വേണം രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് നോക്കാൻ. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് സെക്യൂരിറ്റി, അതായത് ABC ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക, ഡീവിയേഷൻ സ്ക്വയർ കണ്ടുപിടിക്കുക. പിന്നെ ആ ഡീവിയേഷൻ സ്ക്വയറിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഫോർമുല കണ്ടുപിടിക്കുക. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. ഫോർമുല എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മീൻ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് നോക്കാം, 50, 55, 60, 65, 70. 50, 55, 60, 65 പ്ലസ് 70 എത്രയാണ്? 300 ആണ്. 300 ഡിവൈഡഡ് ബൈ 5, 300 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 60. സോ നമുക്ക് മീൻ കിട്ടി. എത്രയാണ് മീൻ? മീൻ എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, മീൻ എന്ന് പറയുന്നത് 60 ആണ്. സോ നമുക്കിനി നേരിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. സോ നമ്മൾ ഡീവിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ മീനിനെയാണ് ഡീവിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഡീവിയേഷൻ എന്ന് പറയുന്നത് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. നോക്കാം. 50 മൈനസ് 60 മൈനസ് 10. 55 minus 60 minus 5. 60 minus 50, 10. 65 minus 60, 5. 70 minus 60, 10. Okay. ഇനി ഇതിന്റെ ഡീവിയേഷൻ സ്ക്വയർ ഫൈൻഡ് ചെയ്യുക. ഡീവിയേഷൻ സ്ക്വയർ മൈനസ് 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 തന്നെയാണ്. മൈനസ് 5ന്റെ സ്ക്വയർ 25, 10ന്റെ സ്ക്വയർ 100, 5ന്റെ സ്ക്വയർ 25, then 100. ഓക്കെ, അപ്പൊ നമുക്ക് ഡീവിയേഷൻ സ്ക്വയർ കിട്ടി. സോ ഡീവിയേഷൻ സ്ക്വയറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേഷൻ സ്ക്വയറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്, അല്ലെ? ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി 100, 100, 200, 300, 60 മൈനസ് 60 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ നമ്മൾ അതിന്റെ ഡീവിയേഷൻ സ്ക്വയർ കിട്ടുന്നതും 0 തന്നെയായിരിക്കും കേട്ടോ. 60 മൈനസ് 60 എന്ന് പറയുന്നത് 0. ഓക്കെ, സോ 0 ആയിരിക്കും അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ 100, 100, 200, 25 പ്ലസ് 25, 50. അപ്പോൾ ടോട്ടൽ 250 ആണ് ഇത് കിട്ടുന്നത്. നമുക്ക് വേരിയൻസ് കിട്ടി. എത്രയാണ്? 250 ആണ് നമ്മുടെ വേരിയൻസ്. സോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാം. വേരിയേഷൻ പ്രകാരം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഡിവൈഡഡ് ബൈ n. വേരിയൻസ് ഡിവൈഡഡ് ബൈ n. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നത് 250 ആണ്. 250 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 5. സോ എത്രയാണ് ആൻസർ? റൂട്ട് 50 ആണ് ആൻസർ. ഓക്കെ, റൂട്ട് 50. റൂട്ട് 50 എന്ന് പറയുന്നത് എത്രയാണ്? 7.07. ഓക്കെ, ഒന്നും കൂടി പറയാം. നമ്മൾ എന്താണ് ആദ്യമേ നമ്മൾ ഡീവിയേഷൻ കാണാം.
ഡീവിയേഷൻ സ്ക്വയർ കാണുക. ഡീവിയേഷൻ സ്ക്വയർ വെച്ച് യൂസ് ചെയ്ത് ഡീവിയേഷൻ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അത് യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസ് ഡിവൈഡഡ് ബൈ n ആണ്. വേരിയൻസ് എന്ന് കിട്ടുന്നത് 250 ആണ്. 250 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 50 ആണ്. സോ ഇറ്റ് ബിക്കം 7.07. ഓക്കെ, സോ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടി. എത്രയാണ്? 7.07. സോറി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കിട്ടിയത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 7.07. നമുക്കിനി കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യാം. കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത് എത്രയാണ്? 7. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത് എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 7.07 ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? മീൻ എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 7.07 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും നമ്മുടെ വേരിയേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 11.78. 11.78. ഓക്കെ, സോ നമുക്ക് XYZന്റെ സ്റ്റോക്ക് പ്രൈസസ് എടുത്തെഴുതാം. 100, 110, 95, 120, 130. ഓക്കെ, ഇനി അതിൽ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യണം. സോ അതിന് നമുക്ക് മീൻ ഫൈൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് നോക്കാം, 100 പ്ലസ് 100 പ്ലസ് 110 plus 95 plus 120 plus 130. 555 എന്നാണ് കിട്ടുന്നത് സിഗ്മ എക്സ്. ഡിവൈഡഡ് ബൈ 5. 111 ആണ് നമുക്ക് മീൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 555 divided by 5 is equal to 111. ഓക്കെ, നമുക്ക് ഇനി ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാം. ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാം. 100 minus 111 minus 11, 110 minus 111 minus 1, 95 minus 111 minus 16, 120 minus 111 9, 130 minus 111 19. ഓക്കെ, ഇതിന്റെ സ്ക്വയർ ചെയ്യുക. 11ന്റെ സ്ക്വയർ 121. 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ. 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256. And സ്ക്വയർ 81. 19ന്റെ സ്ക്വയർ 361. സോ ടോട്ടൽ അതായത് വേരിയൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 820 അല്ലേ? സോ നമുക്കിനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? Variance divided by standard deviation is equal to variance divided by number of units. Variance എത്രയാണ്? 820. 820 divided by 5. 820 divided by 5 is equal to root of 820 divided by 5 എന്ന് പറയുന്നത് 164 അല്ലേ? 164. 164ന്റെ റൂട്ട് എന്ന് പറയുന്നത് 12.80 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യാം? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. 12.80 ഡിവൈഡഡ് ബൈ മീൻ 111. എത്രയാണ് ആൻസർ? ഇൻറ്റു 100 കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഈസ് ഈക്വൽ ടു 11.53. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഹയർ റിസ്ക് ഉള്ള കമ്പനി സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ABC-യുടേത് 11.78ഉം XYZൻ്റേത് 11.53ഉം ആണ്. സോ നമ്മൾ റിസ്ക് കൂടുതലുള്ളത് ഏതാണ്? ഫസ്റ്റ് വൺ ആണ്, ദാറ്റ് ഈസ് 11.78.